ഇപ്പൊ ഒരാളിങ്ങോട്ട് വരുവേ, അത് നടന്നു വരും. നടന്നു വരുവോ? ആ നടന്നു വരുന്ന ആള് നിങ്ങൾ ഗസ് ചെയ്ത് പറയണം. വീണ്ടും സർപ്രൈസ് ആണോ? സർപ്രൈസ് മുഴുവൻ സർപ്രൈസ്. വീണ്ടും സർപ്രൈസ് ഞാൻ പോവാ. ഹലോ, ഹായ്. ഹായ് ഹായ് മീനാക്ഷി. നീ അല്ലാടെ പിന്നെ ഞാൻ നിന്നെ കയറ്റി വിട്ടതാ. ഇതാണ് സർപ്രൈസ്. നമസ്കാരം സർ. രഞ്ജി ചേച്ചി ഹായ്. രജീഷ് ബ്രോ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ ഒരു സർപ്രൈസ് പ്ലാൻ ചെയ്യണമെന്ന് പറഞ്ഞു. അടുത്ത ദിവസം എന്നെ കൃഷ്ണകുമാർ സാർ വിളിച്ചു. ഞാൻ വീട്ടിലേക്ക് പോയി. അപ്പൊ നോക്കുമ്പോ ചേച്ചി ഇങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങുക, കാണാട്ടോ എന്ന് പറഞ്ഞു. ആ ചേച്ചി ഓക്കെ കാണാന്ന് പറഞ്ഞു കേട്ടു. നമുക്കേ ഇവിടെ പലരും അന്തം വിട്ടിരിക്കുകയാണ്. ഇത് ആരാണെന്ന് സ്വയം ഞാൻ പറയാം. ഇത് ഞങ്ങളുടെ എന്റെയും കൃഷ്ണന്റെയും ക്ലോസ് എന്ന് പറയുന്ന ശിഷ്യൻ, ഞങ്ങളുടെ പ്രധാനപ്പെട്ട ശിഷ്യനാണ്. ശിഷ്യനാണ്. പേര് രഞ്ജിത്തുണ്ണി. രഞ്ജിത്തുണ്ണിനെ അതിൽ ഞാൻ പറഞ്ഞ രഞ്ജിത്താണോന്ന് ചോദിച്ചപ്പോ രജീഷ് എന്റെ അടുത്ത് ചെവിയിൽ അല്ലാന്ന് പറയണ. ഞാൻ ഇങ്ങോട്ട് പോകുമ്പോ ഞാൻ കാറി കയറുമ്പോ എടാ കാറി കയറി 2-3 ഫോട്ടോ ഒക്കെ എടുക്കും. ഇവനാണ് ഫോട്ടോ ഒക്കെ എടുത്തു തന്നു. എടാ വെള്ളം വേണം വേന്ന്. ഇവൻ പോയി വെള്ളമൊക്കെ എടുത്തോണ്ട് വന്നു. എല്ലാം കഴിഞ്ഞിട്ട് ഇവൻ എന്നെ കാണാം 2-3 പ്രാവശ്യം കാണാം ഇവൻ എന്തുവാ കാണാന്ന് പറഞ്ഞ. ആ ശരി എന്താണേലും ഇവിടുന്ന് രജീഷ് ഇത് നമ്മളെ എന്ത് ഹാർട്ടൊക്കെ നിന്നുപോയി. എന്റെ എന്താണ് ഇവിടെ നടക്കുന്നത്? സർപ്രൈസ് ഇനി വേണ്ട. ഇവനെ കുറിച്ച് പറഞ്ഞ ഞാൻ പറയാം. കാരണം ഞാൻ എൻ്റെ 16ാമത്തെ വയസ്സ് മുതലാണ് ഞാൻ ചെന്നൈയില് സംഗീതം പഠിക്കാൻ എന്ന മോഹവുമായി ചെന്നൈയിലേക്ക് പോയത്. അപ്പോ പുലിയുടെ മടയിൽ നിന്ന് പറയാം, 2 സിംഹത്തിന്റെ മടയിൽ. ചേച്ചിയുടെ അടുത്തും സാറിന്റെ അടുത്തേക്കും എന്നെ ആക്കി തന്നത് മധുചേട്ടനാണ്, മധുബാലകൃഷ്ണൻ. അപ്പോ എന്താ പറയാ, എന്റെ അച്ഛനമ്മയെക്കാൾ കൂടുതൽ ഞാൻ നിന്നിരിക്കുന്നത് എന്റെ ഈ ചേച്ചിയും എന്റെ സാറും. എന്റെ അമ്മ തന്നെയാണ് ആക്ച്വലി പറഞ്ഞു. കാരണം അമ്മയും അച്ഛനേക്കാൾ കൂടുതൽ എന്താ പറയാ, ഒരു 16 വയസ്സുള്ള ഒരു പയ്യൻ എങ്ങനെ വേണമെങ്കിലും ലൈഫിൽ പല പല വഴികൾക്ക് പോവാം. പക്ഷെ അന്നും ഇന്നും സാറിന്റെ ഒരു ഗൈഡൻസ്, ചേച്ചിയുടെ ഒരു കെയറിങ്, ഇതുകൊണ്ടാണ് ഞാനടക്കമുള്ള എല്ലാ ശിഷ്യഗണങ്ങളുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ ചേച്ചിയൊക്കെ നമ്മളെ എന്താ പറയാ അത്രയും കെയറിങ് ആണ്. ഞങ്ങൾക്ക് ഞങ്ങളുടെ ഈ ജന്മത്തിലെ ഏറ്റവും വലിയ സുഹൃതമാണ് ഈ 2 ഗുരുക്കന്മാരെ ഞങ്ങൾക്ക് കിട്ടുന്നത്. ഇത് വേറെ ഒന്നും കൊണ്ട് പറയണല്ല, സത്യമായിട്ടും പറയുന്നതാണ്. ബിക്കോസ് ബോട്ടം ഓഫ് മൈ ഹാർട്ട് ഞാൻ അങ്ങനെ പറയണം. കാരണം വെച്ച് കഴിഞ്ഞാൽ കുറേ ഇതുണ്ട്. രജീഷ് ബ്രോ ഇതൊരു 4 എപ്പിസോഡായിട്ടെങ്കിലും മിനിമം ടെലികാസ്റ്റ് ചെയ്യണം. ഇവൻ ആദ്യമായിട്ട് ശിവാംഗിയും ഒക്കെ. ശിവാംഗിക്ക് എത്ര വയസ്സുണ്ട്? ശിവാംഗി ജനിച്ചിട്ടുണ്ടോ? 1 വയസ്സ്. ശിവാംഗിക്ക് 1 വയസ്സ്. സുന്ദറിന് മോൻ എൻ്റെ വിനായകന് ജനിച്ചിട്ടില്ല. ഈ കൊച്ചാണ് ഇവൻ. ഞങ്ങള് അപ്പൊ കൊറേ ബിസി ഇതിനൊക്കെ പോകുമ്പോഴത്തേക്കും ഇവനെയാണ് പിള്ളേരെ കൊടുത്തിട്ട് പോകും. പാവം കേട്ടോ ഈ പയ്യൻ. ഗുരുകുല വിദ്യാഭ്യാസം ചെയ്ത ഒരു പയ്യനാണ് ഇവൻ. ഒരുപാട് ഞങ്ങള് ഗുരുവിനെ, ഞങ്ങൾക്ക് ഇവൻ ശിഷ്യനല്ല, ഞങ്ങളുടെ എന്താ പറയണ, ഒരുപാട് ഈ കൊച്ചു ഞങ്ങൾക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട്. എല്ലാ കാര്യത്തിനും A to Z രഞ്ജിത്തെ എന്ന് വിളിക്കും, ഓടി വരും പാവം. എന്നിട്ട് ആദ്യമായിട്ട് പാടി, ഇവൻ MA MPhil ആണ് അല്ലേ മ്യൂസിക്കില്. അപ്പൊ പാടി ആദ്യമായിട്ട് കിട്ടിയ ശമ്പളം കൊണ്ട് ആദ്യമായിട്ട് എനിക്ക് മേടിച്ചെന്നൊരു വില കൂടിയ ജിമുക്ക കമ്മല്. പിന്നെ പോണടുത്തെല്ലാം ഞാൻ എവിടെ പോയാലും ജിമുക്ക മേടിക്കാൻ പോയാലും ഇവനെയും കൊണ്ടുപോകും. ഈ ജിമുക്ക കൊള്ളാം, എല്ലാ ജിമുക്കുകളും സെലക്ട് ചെയ്യണ ഇവനാണ്. അത് കഴിഞ്ഞ് പിന്നെ ഇവൻ കല്യാണം കഴിച്ച ഭാര്യയ്ക്കോ ജിമുക്ക ഭയങ്കര ഇഷ്ടാ. ഭാര്യയ്ക്കും ഇങ്ങനെ ഇവൻ ജിമുക്ക മേടിച്ച് കൊടുത്ത് അവസാനം എന്റെ മേടെ ജിമ്മിക്ക് കമ്മൽ ഇവനാണ് പാടിയത്. വിനീത് ശ്രീനിവാസന്റെ കൂടെ എന്റെ മേഡം ജിമ്മയ്ക്ക് കമ്മൽ പാടിയത്. ഞാനും തമ്മിലൊരു ബന്ധമുണ്ട്, വളരെ ചെറിയൊരു ബന്ധമാണ്. കാരണം എന്നെക്കാൾ 1 വയസ്സ് സീനിയറായ എന്റെ സ്കൂൾമേറ്റ് ചേച്ചിയാണ്. അല്ല, ആ പാട്ടിനെ കുറിച്ച് ചോദിക്കാം. അപ്പൊ ശരിക്കും കൃഷ്ണൻ അത് കട്ടുകൊണ്ട് പോയിരുന്നു? കോൺട്രവേഴ്ഷ്യൽ ക്വസ്റ്റ്യൻസ്. വേറൊരു കാര്യമുണ്ട്, എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ചേച്ചി തമിഴില് തമിഴ്ന്നല്ല, ഒരു എടുത്തു പറയാൻ പറ്റിയ ഒരു പാട്ടെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം, ചന്ദ്രമുഖിയിലെ രാര എന്ന് പറയുന്ന പാട്ട്. ഈ പാട്ടിന്
റെക്കോർഡിങ്ങിന് കൂടെ പോയത് ആരാ? പണ്ട് എല്ലാ പാട്ടിനും എല്ലാത്തിനും രഞ്ജിത്ത് ഉണ്ടെങ്കിൽ പിന്നെ കൃഷ്ണനും ഒക്കെ ഇതാ പാവം കൂടെ ഇപ്പം ചേച്ചി ഇത് ഏത് പാട്ട് അപ്പോഴും ഞാൻ പറഞ്ഞില്ല. അതിന്റെ ഇത് ഞാൻ പറയാം. അന്ന് എനിക്ക് ഇപ്പോഴും നല്ല ഓർമ്മയുണ്ട്. ചേച്ചി നാട്ടിൽ പോയി, സമ്മർ വെക്കേഷൻ സമയത്ത് പിള്ളേരായിട്ട് നാട്ടിൽ പോയി. അപ്പൊ സാറിന്റെ അടുത്ത് ക്ലാസ്സിൽ ഇരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ചേച്ചി വരുന്നു. അപ്പൊ ചേച്ചിയെല്ലാം നാട്ടിൽ പോയേ? വന്നു എന്ന് മാത്രം പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് നാളെ നീ ഫ്രീ ആണോ, എനിക്ക് ഒരു സ്ഥലം വരെ പോകാണ്ടൊന്ന് കൂടെ വരുമെന്ന് പറഞ്ഞു. സാറ് ബിസി ആണെന്ന് പറഞ്ഞു. ശരി വരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പോയപ്പോഴത്തേക്കും സ്റ്റുഡിയോയിൽ കയറുന്നു. അപ്പൊ ഞാൻ നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കും മാനേജർ സാർ വന്നു, മുരുകൻ വിദ്യാർത്ഥിയുടെ മാനേജർ വന്നിട്ട് പറയുന്നു, ഇപ്പൊ വരണ്ട, നിങ്ങൾ ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് വരും, ഫുഡൊക്കെ കഴിച്ചു വരും എന്ന് പറഞ്ഞു. എനിക്ക് ഫുഡ് കഴിക്കാതെ ഞങ്ങള് പോയി. അപ്പൊ ഞാൻ കൂളായിട്ട് ചേച്ചി എന്താ ചേച്ചി എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പാ എന്ന് പറഞ്ഞ് കഴിക്കാനൊക്കെ പോയി. അപ്പൊ ആ സമയത്ത് വളരെ ഹൈപ്പിലുള്ളൊരു ഇതാണ്, രജനികാന്ത് സാറിന്റെ മൂവി വരുന്നു, ചന്ദ്രമുഖിയാണ്, മണിച്ചിത്തായന്റെ റീമേക്കാണ്, ഇതൊക്കെ നമ്മൾ ഭയങ്കര ഹൈപ്പിൽ നിൽക്കുന്ന സമയത്താണ്. അങ്ങനെ പോയി ഭക്ഷണം കഴിക്കായിരുന്ന സമയത്ത് ഞാൻ ആദ്യത്തെ ദോശ എടുത്ത് വായിലേക്ക് വെക്കുമ്പോഴത്തേക്കും എടാ ഒരു മുറ വന്ന് പാർത്തായില്ല, എന്നെ തമിഴാ പാടാൻ പോണത്. അമ്മേ, അത് ഒരു ദിവസം പോയി 2 ദിവസം പോയി അവിടെ ഉള്ള കൊതുകുകളെ കൊല്ലാൻ വേണ്ടി മാനേജർ തന്ന ബാറ്റൊക്കെ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. മോസ്കിറ്റോ ബാറ്റൊക്കെ ഇറങ്ങിയ സമയം. അപ്പൊ ഇതൊക്കെ കഴിഞ്ഞ് രാര പാടി ഹിറ്റായ സമയത്ത് പല പല പ്രോഗ്രാമുകളിലും ആ സമയത്തൊക്കെ പ്രോഗ്രാംസ് ഒക്കെ പോകുമ്പോൾ പിള്ളേരൊക്കെ എന്റെ കൂടെയാ. രണ്ടുപേരും ഇവന്റെ മടിയിൽ കയറി ആരിക്കണം, രഞ്ജിച്ചേട്ടന്റെ കൂടെ ഞാൻ രണ്ടുപേരും നോക്കുമ്പോൾ മടിയിൽ ഇവൻ ഇങ്ങനെ ഇരിക്കും. എന്നിട്ട് അപ്പൊ കഷ്ടം കേട്ടോ, ചില നേരം ഞങ്ങൾ കച്ചേരിക്ക് പോകുമ്പോഴ് എന്നിട്ട് ചില നേരം ബാത്റൂമിലൊക്കെ അവർക്ക് പോകുമ്പോൾ പാവം അടുത്തുള്ള വീട്ടിലെ കന്നഡ മാമിയെ കൊത്തിലൊക്കെ വിളിച്ചോണ്ട് വന്നാണ് അവരെ കഴിക്കുന്നത്. രസകരമായ സംഭവം പറയാം. ബാച്ചലർ ലൈഫിൽ താമസിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ നിന്ന് AC ഒന്നുമില്ല. അപ്പോൾ ചേച്ചി ഒരു ദിവസം സാറ് US കോൺസേർട്ടിന് പോയപ്പോഴത്തേക്കും ചേച്ചി പറഞ്ഞു, എടാ നീ ഇന്ന് ഇങ്ങോട്ട് വാ, ഇന്ന് രാത്രി നമുക്ക് ഇവിടെ കിടക്കാം, കുഴപ്പമില്ല, ഇവിടെ AC ഉണ്ടല്ലോ, സുഖമാണ്. ഞാൻ ദൈവമേ AC കിട്ടും, AC റൂമിൽ കിടക്കാന്നുള്ള ഇതിൽ ആഹ്ലാദിച്ച് പോവുക. ഞങ്ങൾ വീട്ടിലിരിക്കുന്നു. അപ്പോൾ ചേച്ചി ഡിന്നറൊക്കെ തന്നു. ഞങ്ങൾ ഇരിക്കുന്ന സമയത്ത് പെട്ടെന്ന് എന്നൊരു ശബ്ദം നോക്കിയപ്പോഴത്തേക്കും ട്രിപ്പായി. നോക്കി കഴിഞ്ഞ് പുറത്തേക്ക് ബാക്കിയുള്ള വീടുകളെല്ലാം കറണ്ടുണ്ട്, ഈ വീട്ടിൽ മാത്രം കറണ്ട്. അന്ന് രാത്രി AC കിടക്കാൻ വന്ന ഞാനാ. കറണ്ടപ്പ് വരും ചേച്ചി, ഇത് തന്നെയായിരുന്നു രാവിലെ വരാൻ. ഈശ്വര ഭഗവാനെ സുന്ദരൻ നല്ല തന്നെ വരുത്തണേ. പക്ഷെ എന്റെ 46ാമത്തെ ബർത്ത്ഡേക്കാന്ന് തോന്നുന്നു ഇവൻ, ഞങ്ങൾക്കൊരു ഗ്രൂപ്പ് ഉണ്ട്. ചേച്ചിയുടെ ഈ ബർത്ത്ഡേ സമയം എന്ന് പറയണത് കൊറോണ സമയത്തായിരുന്നു. അപ്പോൾ പെട്ടെന്ന് ഒരു ദിവസം ശ്വേത എന്നെ മെസ്സേജ് ഇട്ട് പറഞ്ഞു, രഞ്ജിത്തെ ബിനിച്ചിന്റെ ബർത്ത്ഡേ അല്ലേ, നമുക്ക് എന്തെങ്കിലും സർപ്രൈസ് കൊടുക്കണ്ടായിരുന്നു. അപ്പോൾ ഇതേപോലെ ഞങ്ങളുടെ ശിഷ്യഗണങ്ങളിൽ ഒരാളുടെ കല്യാണം, ഈ കൊറോണ ഒരു ഫസ്റ്റ് വേവ് കഴിഞ്ഞ സമയത്ത് കല്യാണം നടന്നു. അപ്പോൾ ചേച്ചി ഒരു വലിയ വിനായകൻ ഗണപതിയുടെ മുമ്പിൽ നിൽക്കുന്ന ഒരു ഫോട്ടോ. അപ്പോൾ ഞാൻ വെറുതെ തമാശയ്ക്ക് ഒരു വരി എഴുതി വെച്ചു, അതങ്ങനെ വിട്ടു, തമാശ എന്നുള്ള രീതിയിൽ. പക്ഷേ ശ്വേത ഇത് പറഞ്ഞപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു, ശ്വേത ഒരു ചെറിയ ഒരു സ്പാർക്ക് എൻ്റെ മൈൻഡിലുണ്ട്, അതൊന്ന് ഡെവലപ്പ് ചെയ്യട്ടെ എന്ന് പറഞ്ഞപ്പോൾ ചെയ്തോളൂ എന്ന് പറഞ്ഞു. സത്യം പറഞ്ഞ സിബൻ സാർ, എനിക്ക് ഇന്നും അറിയില്ല, ഞാൻ ചേച്ചിയുടെ അടുത്തും സാറിൻ്റെ അടുത്തും ഈ ക്ലാസിക്കൽ മ്യൂസിക് പഠിച്ചിരുന്നല്ലാണ്ട് സംസ്കൃതം എനിക്ക് എൻ്റെ ലാംഗ്വേജ് അല്ല. പക്ഷേ സംസ്കൃതത്തിൽ എന്നെ കുറിച്ചൊരു പാട്ട് കൃതി എഴുതി കമ്പോസ് ചെയ്തു വസന്തരാഗത്തില്. സംഗീതനായിക മഹാവിദ്യ സ്വരൂപ സംഗീത നായിക മഹാവിദ്യ സ്വരൂപ. സംഗീതം എന്റെ പേര് സംഗീത എന്നാണല്ലോ. അങ്ങനെ വലിയൊരു കൃതി ഉണ്ടാക്കി ഇവരെല്ലാം ഒക്കെ 46ാമത്തെ ബർത്ത്ഡേക്ക് ഇതെന്നെ TV-ലിട്ട് കാണിച്ച് ഞാൻ കരഞ്ഞ് വിളിച്ച്. ആക്ച്വലി അതിന്റെ മീനിങ്, എന്റെ മനസ്സിൽ വന്ന മീനിങ്, സംഗീത നായിക എന്ന് പറയുന്നത് സരസ്വതി ദേവിയാണ്. ഞങ്ങളുടെ സരസ്വതി ദേവി ഞങ്ങളുടെ എന്ന് പറയുമ്പോ എല്ലാരും ഉണ്ട്. അല്ല, ഇപ്പൊ പാട്ട് കേട്ടപ്പോ ഞങ്ങൾക്കൊരു ആഗ്രഹം, ആ ജിമിക്കി കമ്മല് പാട്ട് ഒരു 4 വരി കേൾക്കാം. എന്റെ മെട ജിമിക്കി കമ്മൽ എന്റെ പൺ കട്ടോണ്ട് പോയേ, എന്റെ പന്റെ ബ്രാൻഡി കുപ്പി എന്റെ അമ്മ കുടിച്ചു തീർത്തേ. എന്റെ മെട ജിമിക്കി കമ്മൽ എന്റെ പൺ കട്ടോണ്ട് പോയേ, എന്റെ പന്റെ ബ്രാൻഡി കുപ്പി എന്റെ അമ്മ കുടിച്ചു തീർത്തേ. ഇവിടൊരു ചാകരയും വേലകളിയും ഒത്തുവന്ന പോൽ ചിലരുടെ തോർത്തു കീറിപ്പോയ കാര്യമോർത്തു പോകവേ, അലകടൽ കാറ്റിനു നീ കാതുകുത്താൻ പാടുപെടേണ്ട, സദാചര സേനാപതി വീര പടുകാമലോലുവ. എന്റെ മെട ജിമിക്കി കമ്മൽ എന്റെ പൻ കട്ടോണ്ടു പോയേ, എന്റെ പന്റെ ബ്രാൻഡി കുപ്പി എന്റെ അമ്മ കുടിച്ചു തീർത്തേ. എന്റെ മെട ജിമിക്കി കമ്മൽ എന്റെ പൻ കട്ടോണ്ടു പോയേ, എന്റെ പന്റെ ബ്രാൻഡി കുപ്പി എന്റെ അമ്മ കുടിച്ചു തീർത്തേ.
തീർത്തേ അല്ലലാലാ ലലലാലാ അല്ലലാലാ ലലലാലാ അല്ലലാലാ ലലലാലാ 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 അല്ലലാലാ ലലലാലാ അല്ലലാലാ ലലലാലാ അല്ലലാലാ ലാലാ ചെമ്മീൻ ചാടിയാൽ മുട്ടോളം പിന്നെയും ചാടിയാൽ ചട്യോളം ചുമ്മാ ഊതാൻ നോക്കാതെ തായം കളിക്കാൻ നിൽക്കാതെ വട്ടം ചുറ്റി ചോരെല്ലാം വട്ടപൂജ്യം പോലായേ വെട്ടം കാണാൻ കൊതിയായേ വെട്ടത്തിറങ്ങാൻ മടിയായേ കലിവേഷം പോയടാ ഇനി വേഷം മാറടാ മലയാറ്റൂർ പള്ളിയിൽ ഒരു കുരിശും കൊടനേരാം മല പോലെ വന്നത് എലി പോലെ പാഞ്ഞടാ ചെന്നം പിന്നം ചെല്ല മഴ പൊടിക്കുന്നു പൊടിയൂട്ടകളെ എന്റെ മേട ജുമുക്കി കമ്മൽ എന്റെ പൻ കട്ടോണ്ടു പോയേ എന്റെ പന്റെ ബ്രാണ്ടി കുപ്പി എന്റെ അമ്മ കുടിച്ചു തീർത്തേ എന്റെ മേട ജുമുക്കി കമ്മൽ എന്റെ പൻ കട്ടോണ്ടു പോയേ എന്റെ പന്റെ ബ്രാണ്ടി കുപ്പി എന്റെ അമ്മ കുടിച്ചു തീർത്തേ ഇവിടൊരു ചാകരയും വേലകളിയും ഒത്തു വന്ന പോൽ ചിലരുടെ തോത്തുകീറിപ്പോയ കാര്യമോർത്തു പോകവേ അലകടൽ കാറ്റിനു നീ കാതുകുത്താൻ പാടുപെടേണ്ട സദാചര സേനാപതി വീര പടുകാമലോലുവ എന്റെ മേട ജുമുക്കി കമ്മൽ എന്റെ പൻ കട്ടോണ്ടു പോയേ എന്റെ പന്റെ ബ്രാണ്ടി കുപ്പി എന്റെ അമ്മ കുടിച്ചു തീർത്തേ എന്റെ മേട ജുമുക്കി കമ്മൽ എന്റെ പൻ കട്ടോണ്ടു പോയേ എന്റെ പന്റെ ബ്രാണ്ടി കുപ്പി എന്റെ അമ്മ കുടിച്ചു തീർത്തേ അല്ലലാലാ ലലലാലാ അല്ലലാലാ ലലലാലാ അല്ലലാലാ ലലലാലാ 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 അല്ലലാലാ ലലലാലാ അല്ലലാലാ ലലലാലാ അല്ലലാലാ ലാലാ ഇത് നിന്റെ തുടക്കമായിരിക്കൂടാ. അല്ല കാണാൻ ഒരു ലുക്കില്ലെന്ന് അപ്പൊ എടാ നമുക്ക് ഈ പിള്ളേരുടെ ഫേവറേറ്റ് പാട്ടാ ആണോ? ആ അതെ, ഞാനല്ല ഞാൻ ഭയങ്കര സർപ്രൈസ് ആയി താങ്ക് യു പക്ഷെ ഇതിനൊക്കെ ഇൻസ്പിറേഷൻ ഔസേപ്പൻ സാറിനെ പോലെ ലെജൻസ് ചെയ്ത ഇഷ്ടം പോലെ ലല്ലബീസ് എന്റെ വൺ ഓഫ് ദി മോസ്റ്റ് ഫേവറേറ്റ് ലല്ലബിയാണ് ഏതോ വാർമകൻ സാർ. അതൊന്നും ഒരിക്കലും മറക്കാൻ പറ്റാത്ത ലല്ലബീസാ.